ഇതാണ് കേട്ടോ, ഹെൽത്തി ലഞ്ചാണ് കേട്ടോ. ഈ പ്രിപ്പറേഷൻ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. വിഭവങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ചെയ്ത് നോക്കി സപ്പോർട്ടൊക്കെ ചെയ്യണേ. കമൻ്റ് ഇടണം കേട്ടോ നിങ്ങൾ. എനിക്ക് ഡെയിലി എൻ്റെ സബ് സ്പാം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡെയിലി 5-6 എനിക്ക് സ്പാമാവുന്നുണ്ട്. വെറുതെ ലൈക്ക് ഇട്ടിട്ട് സബ്ബാക്കിയിട്ട് പോവല്ലേ. ഒന്ന് കണ്ട് ഒരു കമൻ്റൊക്കെ ഇട്ട് സബ്ബാക്കിക്കോളൂ കേട്ടോ. ഒരു അഭ്യർത്ഥനയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാലഡിന് വേണ്ട വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. തക്കാളി, കുക്കുംബർ, ക്യാരറ്റ്, മല്ലിയില, ക്യാപ്സിക്കം, പിന്നെ സവാള. സാലഡ് പ്യൂർ വെജ് സാലഡാണ് കേട്ടോ. ഇതിൽ നമ്മൾ മുട്ടയോ കോണോ കപ്പലണ്ടിയോ ഒന്നും ചേർക്കണില്ല. ഇനി നമ്മളിതിൽ ചേർക്കണത് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ലെമണും മാത്രം. ഇത് എന്നും കഴിക്കാൻ പറ്റുന്ന സാലഡ് കേട്ടോ. നമ്മളിത് എന്നും കഴിച്ചാൽ നമുക്ക് നല്ല ഫ്രഷ് ഉണ്ടാവും. നമുക്ക് ഇതിൽ എല്ലാ തരം വെജിറ്റബിളും ഉണ്ട്. അപ്പോൾ എല്ലാതും നല്ല ഉഷാറായിട്ടിരിക്കാൻ പറ്റും. നിങ്ങൾ നോക്കി നോക്കുക ഇതിലിട്ടത് എന്തൊക്കെയാണ് കേട്ടോ. എന്നിട്ട് ഇതുമാതിരി ചെയ്ത് കഴിക്കണം. കുറച്ച് ഉപ്പിടുക കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്യണം ഈവണായിട്ട്. കുറച്ച് ലെമൺ പിഴിയാം. മിക്സ് ചെയ്യാൻ കഷ്ടമാണ്. ഇങ്ങനെ കുടഞ്ഞാൽ മതി, മിക്സ് ആയിക്കോളും. നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ കാണിക്കാൻ. പ്ലേറ്റ് വയ്ക്കണം കേട്ടോ അടിയിൽ, അല്ലെങ്കിൽ പോയി ഇത് വേസ്റ്റോ. അപ്പോൾ നമ്മുടെ സാലഡ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഴിച്ച് നല്ല ടേസ്റ്റാണ്. ഞാനത് മുഴുവൻ കഴിക്കും. മല്ലിയിലൊക്കെ മസ്റ്റായിട്ട് ഇടണം. ലെമൺ, മല്ലിയില, പെപ്പറൊക്കെ ഇതിൽ മസ്റ്റായിട്ട് ഇടണം കേട്ടോ. ഇത് വലിയ ചിലവുള്ളതൊന്നുമല്ല. കുറച്ച് വെജിറ്റബിൾ മാത്രം അരിയ വേണ്ട, പണിയില്ല, കുക്ക് ചെയ്യണ്ട, വയറ് നിറയും. അപ്പോൾ ഞാനിനി അടുത്ത പണിക്ക് പോട്ടാ. അടുത്തത് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മുട്ടപ്പനിയാരാണ് കേട്ടോ. ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, അതിൻ്റെ കൂടെ കുറച്ച് മുട്ടയ്ക്ക് ആവശ്യമുള്ള ഇതിനൊക്കെ ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല തിരുമ്മ. കുറച്ച് നേരം ഇങ്ങനെ തിരുമ്മിയിട്ട് വേണം മുട്ട ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യാൻ. അപ്പം നല്ല മുട്ടയൊക്കെ നല്ല ഉള്ളിയിലും ഇതിനൊക്കെ നല്ല ടേസ്റ്റ് വരും. ഒരു മുളകേ അരിയാണ്ട് ഇതിലിട്ട് കിടക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് ഇട്ടിട്ട് മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റായിരിക്കും. നല്ല തിരുമണയിലാണ് അതിൻ്റെ ടേസ്റ്റ് വരിക കേട്ടോ. ഈ ഇതിലേക്ക് ബീറ്റ് ചെയ്യാനേ സൗകര്യത്തിന്. നാല് മുട്ട അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. മുളക്, ഉപ്പ് എല്ലാം ഉണ്ട്. നല്ല പതപ്പിക്കുക, നല്ല ബീറ്റ് ചെയ്തിട്ട്.
ഇപ്പോൾ നമുക്ക് കുഴിയുരുളി നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. കുറേശ്ശെ എണ്ണ ഒഴിക്കാണ്ട് ഉണ്ടാക്കണം. ഹെൽത്തി മുട്ട പനിയാരാണ് കേട്ടോ. തുള്ളി പോലെ എണ്ണ ഒഴിക്കണില്ല. വലിയ കരണ്ടായിരുന്നു. ഇങ്ങനെ സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടപ്പനിയാരം എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഇതാണ് കേട്ടോ. ഇന്ന് ഞാൻ കറി ഉണ്ടാക്കണില്ല കേട്ടോ. എനിക്ക് ഓൾറെഡി ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ചിക്കൻ കറിയാണ് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് 9 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 2 പേർക്കും ഇത് മതി. ഞാൻ രാത്രി മക്കളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രിയിൽ അവർക്ക് കൊടുക്കാൻ നമ്മൾ ആ നേരത്തെ ചൂടോടെ ഉണ്ടാക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ. ഭംഗി മാത്രമല്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റും കൂടിയാണ്. ഇന്നത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ അടുത്ത പണി നോക്കട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞു. ചിക്കൻ കുറച്ച് ഗ്രേവിയോടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ചെയ്ത മുട്ടപ്പനിയാരം ഇതുണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ചെയ്യുന്നത് നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഇതിലൊരു തുള്ളി എണ്ണ ഒഴിക്കണ്ട. കുഴിയപ്പച്ചട്ടി ഉണ്ടെങ്കിൽ തുള്ളി എണ്ണ ഒഴിക്കാണ്ട് ഉണ്ടാക്കാം കേട്ടോ. നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്. വെറുതെ സ്നാക്സായിട്ട് കാപ്പിക്കൊക്കെ കഴിക്കും. 4 മുട്ട എടുത്താൽ മതി, കുറേ ഉണ്ടാവും. പിന്നെ നമ്മുടെ വെജ് സാലഡ് ഇതാദ്യം കഴിച്ചിട്ട് നമ്മൾ ചോറുണ്ണാണെങ്കിൽ നമുക്ക് വിശക്കില്ല. ചിക്കൻ വറുക്കാണ്ട് അത് ഞാനിപ്പോൾ വറുക്കണില്ല, രാത്രിക്കാക്കി. പിള്ളേർ വരുന്നുണ്ട് രാത്രി, നമുക്ക് ഇതന്നെ അധികം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ ദിവസങ്ങളിൽ ലഞ്ച്. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് അറിയില്ല ഇപ്പം തന്നെ. അപ്പോൾ ഓക്കെ കേട്ടോ, എല്ലാവരും ഇതുമാതിരി ഉണ്ടാക്കി ഹെൽത്തി ഫുഡ് കഴിക്കുക. ഇതിലെണ്ണയില്ല, ഇതിലും കറി മാതിരി വെച്ചാണ്, എണ്ണ ഒന്നുമില്ല. എല്ലാം ഹെൽത്തി ഡിഷസ്സാണ്. അപ്പോൾ നമ്മൾ ഹെൽത്തി ഡിഷസ് കഴിച്ചാൽ നമുക്ക് നല്ല ആരോഗ്യമായിരിക്കാം, ചുറുചുറുപ്പോടെ ഇരിക്കാം. അപ്പോൾ ഓക്കെ ട്ടാ, ബായ്.